ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ചേർത്ത് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസാണ്. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ബീറ്റ്റൂട്ട് എടുക്കുമ്പം ഒരു ക്യാരറ്റ് എടുക്കണം, അതാണ് കണക്ക്. അല്ലെങ്കിൽ ഒരു 5-6 ബീറ്റ്റൂട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 2 ക്യാരറ്റ് അങ്ങനെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അളവിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ അതാണ്ട് ബീറ്റ്റൂട്ട് എല്ലാം ഞാൻ ഇതുപോലെ ഒന്നങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കാണ്. അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. ഒരുപാട് അങ്ങ് വലുതാവാതെ അരിഞ്ഞെടുക്കണേ. അതുപോലെ നമ്മളെടുത്ത ആ ഒരു ക്യാരറ്റും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ. അതും ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. പക്ഷെ ഞാനങ്ങ് ഗ്രേറ്റ് ചെയ്തേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തേക്കുന്ന നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ, ഒരു 5-6 ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുതിർത്തെടുക്കണം, കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 കപ്പോളം ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം നോക്കി ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഇത് നല്ല പോലെ അങ്ങ് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ജസ്റ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്താൽ മതി. അപ്പോൾ അതാണ്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിക്കാം. ബാക്കി വെള്ളം കളയരുത്, മാറ്റി വെക്കണം കേട്ടോ, നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദാണ്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം സാധാരണ വെളിച്ചെണ്ണ ചേർത്താലും മതി. നല്ലെണ്ണ ഒരു 5-6 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്, കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ചെറിയ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് നരിഞ്ഞെടുത്തതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം വെളുത്തുള്ളി വേണമെങ്കിൽ കുറച്ചും കൂടെ അധികം എടുക്കാം. ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ അരിഞ്ഞൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലൊക്കെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഈ പൊട്ടലും ചീറ്റലും ഒക്കെ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ല പച്ചമണമൊക്കെ നല്ല പോലെ ഒന്ന് മാറി വരണം. ചെറുതായിട്ട് കളറും ഒന്ന് മാറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അതുവരെയും ജസ്റ്റ് ഒന്ന് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതാണ്ട് ആ വെളുത്തുള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം വരെ വഴറ്റിയാൽ മതി. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ ഒരുമിച്ച് തന്നെ ഞാനങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അതാണ്ട് ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്, നമ്മൾ നേരത്തെ ആ ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് കുതിർത്ത് വെച്ച ആ ഒരു വെള്ളം ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് കളയരുതെന്നുള്ളത്. അപ്പോൾ ആ വെള്ളം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. കാര്യം ചെറുതായിട്ടൊരു നനവ് കിട്ടിയെങ്കിലേ ഇത് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ. വേണമെങ്കിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും വെന്ത് കിട്ടും. എങ്കിലും കുറച്ച് വെള്ളം കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ വെള്ളമാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം.
ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഇതുവരെ ഉപ്പൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണൊക്കെ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ പൊടിച്ചതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഞാൻ എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ നല്ല പോലെ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5, 6 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഒരു 6, 7 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ദാണ്ടെ കണ്ടോ നമ്മുടെ ബീറ്റ്റൂട്ടും ക്യാരറ്റും എല്ലാം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് ഡ്രൈ ആയിട്ട് ഇതുപോലെ അത്യാവശ്യം നല്ലപോലെ വെന്തും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ ഒരു ഡേറ്റ്സിൻ്റെ ഇതുണ്ടല്ലോ, ഡേറ്റ്സ് അരച്ച് വെച്ചില്ലായിരുന്നോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ്സും കൂടെ ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക മധുരവും ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് മധുരവും എരിവും എല്ലാം ഉള്ളൊരു ഐറ്റമാണ്. ഇതിപ്പോൾ എന്തോ ഉണ്ടാക്കുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബീറ്റ്റൂട്ട് അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് അച്ചാർ ഇതുപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് ഞാനൊന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫൈനലി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പുളിപ്പിനനുസരിച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. ദാണ്ട കണ്ടോ, അതുമല്ല നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറുമാണ് കണ്ടോ. കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു കളറും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് അച്ചാറാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ്സ് ഒക്കെ ചേർത്തിട്ടാണോ ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരുപാട് ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ചീത്തയാവാതിരുന്നോളും. നമുക്ക് സൈഡായിട്ടൊക്കെ എടുത്ത് വെച്ച് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റോർ ചെയ്തും കൂടെ വെക്കാം. ഞാനൊരു ചെറിയ ഭരണികളിലാണ് കേട്ടോ ഇതൊന്ന് റെഡിയാക്കി വെക്കുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഭരണികളിലായിട്ട് നിറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം തീരുമ്പോൾ ഞാൻ അടുത്തത് എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.